ഇസ്രായേലിനെ പോലെ തന്നെ സൗദിക്കും ഒരു പങ്കാളി എന്ന നിലയിൽ മികച്ച ആയുധങ്ങൾക്ക് അർഹതയുണ്ടെന്ന് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇസ്രായേലുമായി ബന്ധമില്ലാതെ തന്നെ F-35 ഉൾപ്പെടെയുള്ള സൗദി അറേബ്യയ്ക്കുള്ള വൻ ആയുധ പാക്കേജുകൾ യുഎസ് പ്രഖ്യാപിക്കും. യുഎസിലേക്കുള്ള സൗദി നിക്ഷേപം $1 ട്രില്യൺ ആക്കി ഉയർത്തുമെന്ന് സൗദി കിരീടാവകാശി പറഞ്ഞു. ഇറാനുമായുള്ള യുഎസ് ചർച്ചകളെയും അദ്ദേഹം പിന്തുണച്ചു. സൗദി ഈ വർഷം പ്രഖ്യാപിച്ച $600 ബില്യൺ നിക്ഷേപം $1 ട്രില്യൺ ആക്കുമെന്ന് കിരീടാവകാശി കൂടിക്കാഴ്ചയ്ക്കിടെ പറഞ്ഞിരുന്നു. ഇതിന് പിന്നാലെയാണ് ട്രംപ് സൗദിക്ക് പ്രതിരോധ പാക്കേജുകൾ പ്രഖ്യാപിക്കുമെന്ന് അറിയിച്ചത്. നേരത്തെ ഇസ്രായേലുമായി ബന്ധം സ്ഥാപിച്ചാൽ മാത്രം ലഭിക്കുമെന്ന് പറഞ്ഞ F-35 ഉൾപ്പെടെ പ്രതിരോധ പാക്കേജാണ് സൗദിക്ക് പ്രഖ്യാപിക്കാൻ പോകുന്നത്. ഇസ്രായേലിന്റെ സൈനിക ശക്തിയെ ആരും മറികടക്കാത്ത പോളിസിയാണ് നേരത്തെ യുഎസിനുള്ളത്. എന്നാൽ ഇസ്രായേലിനുള്ള അതേ ആയുധങ്ങൾ തന്നെ സൗദിക്ക് നൽകാൻ ഒരുങ്ങുകയാണ് യുഎസ്. ഇത്തരം തീരുമാനം ദേശസുരക്ഷാ താൽപര്യത്തിന് വിരുദ്ധമാകില്ലേ എന്ന ചോദ്യത്തിന് ട്രംപിന്റെ മറുപടി ഇതായിരുന്നു. That's national security for us too, because it creates jobs, it creates a lot of things. And I would say, Scott, right, when you hear one country is putting $1 trillion into the United States, that creates national security. That will do that. It creates a lot of power for the United States. യുഎസിലേക്കുള്ള യാത്രക്ക് മുന്നേ സൗദിക്ക് ഇറാൻ പ്രസിഡന്റിന്റെ കത്ത് ലഭിച്ചിരുന്നു. അതിന്റെ ഉള്ളടക്കം വ്യക്തമല്ല. പക്ഷേ ട്രംപുമായുള്ള കൂടിക്കാഴ്ചയിൽ യുഎസ് ഇറാൻ കരാറിനെ പിന്താങ്ങുമെന്ന് സൗദി കിരീടാവകാശി പറഞ്ഞു. പിന്നാലെ ഇറാനുമായി ചർച്ചാ സാധ്യത തുറന്നതായി ട്രംപും കൂട്ടിച്ചേർത്തു. ഇന്ന് സൗദിയുമായുള്ള വിവിധ കരാറുകളും വിവിധ ചർച്ചകളും തുടരും. അഫ്താബ് റഹ്മാൻ, മീഡിയ 1, റിയാദ്.